അടക്കം ചെയ്ത് 1400 വർഷങ്ങൾക്ക് ശേഷം 16-കാരിയുടെ മുഖം പുനർനിർമ്മിച്ചു. 2012 ക്രംബ്രിഡ്ജിലെ ട്രംപിംഗ്ടൺ മിഡോസ് ആംഗ്ലോ സാക്സൺ ശ്മശാനത്തിൽ കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങളിൽ നിന്നാണ് മുഖം പുനർനിർമ്മിച്ചത്. ക്രംബ്രിഡ്ജ് ആർക്കിയോളജിക്കൽ യൂണിറ്റാണ് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. പെൺകുട്ടി 7-ാം നൂറ്റാണ്ടിലെ 3-ാം പാദത്തിൽ ജീവിച്ചിരുന്നുവെന്ന് മൃതദേഹാവശിഷ്ടത്തിൽ കണ്ടെത്തിയ അത്യപൂർവവും അതുല്യവുമായ സ്വർണ്ണക്കുരിശ് സൂചന നൽകുന്നു. അതിനാൽ തന്നെ ഇംഗ്ലണ്ടിലെ ആദ്യ ക്രിസ്ത്യാനികളിൽ ഒരാളാണ് പെൺകുട്ടി എന്നാണ് ഗവേഷകർ വിശ്വസിക്കുന്നത്. പെൺകുട്ടിയുടെ മുഖം പുനർനിർമ്മിച്ചതിന് പിന്നിൽ പ്രവർത്തിച്ച പ്രധാനപ്പെട്ടയാൾ ഫോറൻസിക് ആർട്ടിസ്റ്റായ ഹ്യൂ മോറിസൺ ആണ്. പെൺകുട്ടിയുടെ തലയോട്ടിയുടെയും മറ്റും അളവുകളെടുത്താണ് പുനർനിർമ്മാണം നടത്തിയത്. അതേസമയം DNA കുറിച്ചുള്ള വിവരങ്ങൾ അറിയാത്തതിനാൽ കണ്ണ്, മുടിയുടെ നിറം എന്നിവ എങ്ങനെയുള്ളതാണെന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ല. പെൺകുട്ടി മരിക്കുന്നതിന് തൊട്ടു മുൻപുണ്ടായിരുന്ന രൂപഘടന മനസ്സിലാക്കിയാണ് മുഖം പുനർനിർമ്മിച്ചത്. പെൺകുട്ടിയുടെ എല്ലുകൾ, പല്ലുകൾ എന്നിവയിൽ നടത്തിയ വിശകലനത്തിൽ 7 വയസ്സിന് ശേഷം ദക്ഷിണ ജർമ്മനിയിൽ നിന്ന് പെൺകുട്ടി ഇംഗ്ലണ്ടിലേക്ക് താമസം മാറിയെന്ന് ഗവേഷകർ കരുതുന്നു. ഇംഗ്ലണ്ടിലേക്ക് വന്നതിന് ശേഷം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് കുറഞ്ഞു. മരണത്തിന് തൊട്ടു മുൻപാണ് ഈ മാറ്റങ്ങൾ സംഭവിച്ചതെന്നും പഠനത്തിൽ കണ്ടെത്തി. പെൺകുട്ടിയുടെ ആരോഗ്യനില മോശമായിരുന്നു. വളരെ ദൂരം അറിയാത്ത സ്ഥലത്തേക്ക് യാത്ര ചെയ്തു. അവൾ കഴിച്ചിരുന്ന ആഹാരം പോലും വ്യത്യസ്തമായിരുന്നുവെന്ന് പഠനത്തിൽ മനസ്സിലാക്കിയെന്നും ഗവേഷകർ വ്യക്തമാക്കുന്നു. അസുഖം മൂലമാണ് പെൺകുട്ടി മരിച്ചതെന്നാണ് നിഗമനം. പ്രത്യേകമായ രീതിയിലായിരുന്നു പെൺകുട്ടിയെ അടക്കം ചെയ്തിരുന്നത്. ഒരു തടിക്കട്ടിലിൽ കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹാവശിഷ്ടം. സ്വർണ്ണക്കുരിശ്, സ്വർണ്ണപ്പിന്നുകൾ, നല്ല വസ്ത്രങ്ങൾ എന്നിവ ധരിച്ചിരുന്നു. UK-യിൽ കണ്ടെത്തിയ 18 കിടക്ക ശ്മശാനങ്ങളിൽ ഒന്നാണ് പെൺകുട്ടിയുടേത്. സ്വർണവും മാണിക്യവും കൊണ്ടുണ്ടാക്കിയ കുരിശ് പെൺകുട്ടി രാജകുടുംബത്തിലെയോ പ്രഭു കുടുംബത്തിലെയോ അംഗമായിരുന്നെന്ന് സൂചന നൽകുന്നു. ഇത്തരത്തിലുള്ള ആകെ 5 കുരിശുകളാണ് ബ്രിട്ടനിൽ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത്. സാമ്പത്തികമായി ഉയർന്ന കുറച്ച് സ്ത്രീകളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന പെൺകുട്ടിയാണ് ഇതെന്നും യൂറോപ്പിലെ മലനിരകളിൽ നിന്ന് ഇവർ ജർമ്മനിയിലേക്ക് പോവുകയായിരുന്നെന്നും പഠനത്തിൽ ഗവേഷകർ വിശകലനം ചെയ്യുന്നു. ക്രിസ്ത്യൻ പള്ളിയുമായി ബന്ധപ്പെട്ട് ഇവർ യാത്ര ചെയ്യുകയായിരുന്നുവെന്നും വിലയിരുത്തപ്പെടുന്നു.